ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ഗൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹലോ ഐ ആം എ വീൽ ചെയർ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് സാറ ഇസ്മയിൽ എന്ന റൈറ്ററാണ്. സാറ ഇസ്മയിൽ ഈസ് എ ഡിഫറെൻ്റ്ലി ഏബിൾ പോയറ്റ്, ജേർണലിസ്റ്റ് ആൻഡ് ബ്ലോഗർ. സാറ ഇസ്മയിൽ ഒരു ഭിന്നശേഷിക്കാരിയായ കവിയും പത്രപ്രവർത്തകയും ബ്ലോഗറുമാണ്. ഷീ ലീവ്സ് ഇൻ UK. അവർ താമസിക്കുന്നത് UK-യിലാണ്. ഷീ റൺസ് സെയിം ഡിഫറൻസ് എ ഡിസബിലിറ്റി ഇഷ്യൂ വെബ്സൈറ്റ്. അവർ സെയിം ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വൈകല്യ പ്രശ്ന വെബ്സൈറ്റ് നടത്തുന്നുണ്ട്. ഹലോ ഐ ആം എ വീൽ ചെയർ എന്നത് സാറ ഇസ്മയിലിൻ്റെ ഒരു കവിതയാണ്. ഈ കവിത ഒരു വീൽ ചെയറിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ സ്പീക്കർ എന്ന് പറയുന്നത് വീൽ ചെയർ ആണ്. ഈ വീൽ ചെയർ ഉപയോഗിക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് ബെക്കി. ഈ കവിതയിൽ ആ പെൺകുട്ടിയുടെ വികാരങ്ങളാണ് വിവരിക്കുന്നത്. വീൽ ചെയറിലേക്ക് ആളുകൾ എങ്ങനെ ഉറ്റുനോക്കുന്നുവെന്നും അതിനുള്ളിലെ സ്വപ്നങ്ങളും വികാരങ്ങളുമുള്ള വ്യക്തിയെ എങ്ങനെയാണ് അവർ മിസ് ചെയ്യുന്നുവെന്നും ഈ കവിത എടുത്തു കാണിക്കുന്നു. അതേപോലെ തന്നെ ഒരു വൈകല്യമുള്ള വ്യക്തിക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ, നടക്കാനും ഓടാനും കളിക്കാനുമുള്ള ആഗ്രഹങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹത്തെയും ഇതിൽ പ്രകടിപ്പിക്കുന്നു. ഒരു വ്യക്തിയും അവൻ്റെ വീൽ ചെയറും തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിൻ്റെയും പരസ്പര ആശ്രയത്തിൻ്റെയും ബന്ധമാണെന്നും ഇതിൽ പറയുന്നു. അതേപോലെ തന്നെ ആളുകൾ വൈകല്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും അതേപോലെ തന്നെ ആ വൈകല്യമുള്ള വ്യക്തിയുടെ ശക്തി, ധൈര്യം, അവരുടെ പോസിറ്റീവ് സ്വഭാവം എന്നിവ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കാത്തതിനെക്കുറിച്ചും ഈ കവിത എടുത്തു പറയുന്നു. ഇനി നമുക്ക് കവിതയുടെ സമ്മറിയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആൻസർ. ഹലോ I am a wheelchair and my name is Becky. At least that's the name of the girl who steers me. ഇതിലെ ഫസ്റ്റ് ആൻസറിൽ വീൽ ചെയർ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. തൻ്റെ പേര് ബെക്കി എന്നാണെന്നും തന്നെ നയിക്കുന്ന, തന്നെ ഉപയോഗിക്കുന്ന പെൺകുട്ടിയുടെ പേരും ബെക്കി തന്നെയാണെന്നുമാണ് ഈ ഫസ്റ്റത്തെ സ്റ്റാൻസിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ. ആസ് ഷീ വീൽസ് മീ ഡൗൺ ദി സ്ട്രീറ്റ് ഷീ ഡ്രീംസ് ഓഫ് സ്റ്റാൻഡിങ് ഓൺ ഹർ ഫീറ്റ്. The look on her face you don't see. You are too busy looking at me. സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് ആളുകളുടെ ചിന്താഗതിയും പിന്നെ ആ വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയുടെ ആഗ്രഹവുമാണ്. ബെക്കി എന്ന പെൺകുട്ടി ആ തെരുവിൽ കൂടെ വീൽ ചെയറിലിരുന്ന് പോകുമ്പോൾ അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ സ്വപ്നം കാണുകയാണ്. അവളുടെ മുഖത്ത് ആ ഭാവങ്ങളും ഉണ്ട്. പക്ഷേ മറ്റുള്ള ആളുകൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവളുടെ മുഖത്തെ സന്തോഷം, അവളുടെ സ്വപ്നം അതൊന്നും കാണുന്നില്ല. ആളുകൾ അപ്പോഴും എന്താണ്, ആ വീൽ ചെയറിനെ നോക്കാനുള്ള തിരക്കിലാണ്. അതുകൊണ്ടാണ് ഈ കവിതയിൽ വീൽ ചെയർ പറയുന്നത് അവരെല്ലാവരും എന്നെ നോക്കുന്ന തിരക്കിലാണ് എന്ന്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ് നോക്കാം. ഷീ ഗീവ്സ് യു എ സ്മൈൽ സോ ട്രൂ ബട്ട് യു ഡോണ്ട് സീ ദാറ്റ്, ഡു യു? ദി സ്മൈൽ ഓൺ ഹർ ഫേസ് യു ഡോണ്ട് സീ. You are too busy looking at me. ഈ സ്റ്റാൻസിൽ പറയുന്നത് ബെക്കി എല്ലാവർക്കും നല്ല സത്യസന്ധമായ പുഞ്ചിരി നൽകുന്നു എന്നാണ്. പക്ഷേ അപ്പോഴും ആളുകൾ അവളെ നോക്കുന്നില്ല, അവളുടെ മുഖത്തെ പുഞ്ചിരി കാണുന്നില്ല. എല്ലാവരും അവൾക്ക് പകരം ഈ വീൽ ചെയറിനെ നോക്കുന്ന തിരക്കിലാണ്. എല്ലാവരും ആ വീൽ ചെയർ മാത്രം നോക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സ്റ്റാൻസിൽ പറയുന്നതും ആളുകൾ എങ്ങനെയാണ് വീൽ ചെയറിലേക്ക് ഉറ്റുനോക്കുന്നുവെന്നും അതിനുള്ളിലെ വ്യക്തിയെ, അവരുടെ സ്വപ്നങ്ങളെ, വികാരങ്ങളെ എങ്ങനെയാണ് അവഗണിക്കുന്നത് എന്നുമാണ് പറയുന്നത്. ഫോർത്ത് സ്റ്റാൻസ. ഹലോ ഐ ആം എ വീൽ ചെയർ ആൻഡ് ഐ ആം സ്റ്റിയർഡ് ബൈ ബെക്കി, എ ഗേൾ ഹു ഹാഡ് സോ മച്ച് റാദർ ബി ക്ലൈംബിങ് എ ടോൾ ട്രീ. ഇവിടെ വീൽ ചെയർ വീണ്ടും തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഹലോ, ഞാനൊരു വീൽ ചെയറാണ്, എന്നെ നയിക്കുന്നത് ബെക്കിയാണ്. ഒരു ഉയരമുള്ള മരത്തിൽ കയറാൻ കഴിഞ്ഞാൽ അവൾ ഒരുപാട് സന്തോഷിക്കും എന്ന് പറയാണ്. ഇവിടെ ബെക്കിയുടെ ആഗ്രഹങ്ങളും ആശകളുമാണ് പറയുന്നത്. അവൾക്കും മറ്റുള്ള ആളുകളെ പോലെ ഓടാനും കളിക്കാനും ചാടാനും കയറാനൊക്കെ ആഗ്രഹമുണ്ട്. ഫിഫ്ത്ത് സ്റ്റാൻസ. സോ വെൻ യു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ലുക്ക് ക്ലോസർ ആൻഡ് യു വിൽ സീ വിത്തൗട്ട് ഹർ വേർ വുഡ് ഐ ബി, പാർക്ക്ഡ് ഇൻ എ ഗാരേജ്, that's where watching you climb a tree. ഇവിടെ വീൽ ചെയർ പറയാണ്, നിങ്ങൾ എൻ്റെ ഉറ്റ സുഹൃത്തായ ബെക്കിയെ കാണുമ്പോൾ അടുത്തു നോക്കാൻ,
അവളില്ലെങ്കിൽ താനൊരു ഗ്യാരേജിൽ പാർക്ക് ചെയ്യപ്പെടുമായിരുന്നു. കാരണം താനൊരു ഉപകരണമാണ്, താൻ വെറുമൊരു യന്ത്രമാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാവും നിങ്ങൾ മരത്തിൻ്റെ മുകളിൽ കയറുന്നത്, താൻ നോക്കി നിൽക്കുക എന്ന് പറയാണ് വീൽ ചെയർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബെക്കി ഇല്ലാതെ വീൽ ചെയറുമില്ല, വീൽ ചെയർ ഇല്ലാതെ ബെക്കിയുമില്ല. വീൽ ചെയറും ബെക്കിയും തമ്മിലുള്ള ആത്മബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് ആൻസർ. When you see me and Becky, there is one thing you don't say. I couldn't move without her, and more than she could move without me. ഇവിടെ വീൽ ചെയർ പറയാണ്, നിങ്ങൾ എന്നെയും ബെക്കിയും കാണുമ്പോൾ നിങ്ങൾ കാണാത്ത ഒരു കാര്യമുണ്ട്. ഞാനില്ലാതെ അവൾക്ക് നീങ്ങാൻ കഴിയാത്തതുപോലെ അവളില്ലാതെ എനിക്കും നീങ്ങാൻ കഴിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെക്കിയും വീൽ ചെയറും പരസ്പരം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബെക്കി ഇല്ലാതെ വീൽ ചെയറിനും നീങ്ങാൻ പറ്റില്ല, വീൽ ചെയർ ഇല്ലാതെ ബെക്കിക്കും നീങ്ങാൻ പറ്റില്ല. ഈ കവിതയുടെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ശാരീരിക വൈകല്യമുള്ള ആളുകളെ മറികടന്ന് അവരുടെ ആഗ്രഹങ്ങളും വികാരങ്ങളും ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നതാണ്. ഉപകരണങ്ങൾക്കല്ല പ്രാധാന്യം, മനുഷ്യർക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന പ്രധാന സന്ദേശവും ഈ കവിതയിൽ പറയുന്നു. അതേപോലെ തന്നെ വൈകല്യമുള്ള ആളുകളെ മനസ്സിലാക്കുക, ഉപകരണങ്ങൾക്കപ്പുറം വ്യക്തിയുടെ ആഗ്രഹങ്ങളും വികാരങ്ങളും മനസ്സിലാക്കുക, സഹാനുഭൂതി കാണിച്ച് എല്ലാവരെയും മാനിക്കുക, വൈകല്യമുള്ളവർക്ക് സാധാരണ ജീവിതത്തിലേക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും സമ്മാനിക്കുക. കാരണം അവരും നമ്മളെ പോലുള്ള ആളുകളാണ്, അവർക്കും സാധാരണ മാതിരി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണുക, വേർതിരിവില്ലാതെ.